ലോകത്തെ ഏറ്റവും കൂടുതൽ ഇൻ്റലിജൻസ് ആയവരാ? നമുക്ക് നോക്കാം. ജപ്പാനീസ് പീപ്പിൾ നോ, ഇന്ത്യൻസ് നോ, ഇനി വല്ല ചൈനീസ് പീപ്പിൾ ആണോ? അതുമല്ല. പിന്നെ ആരാ? ഒന്ന് നോക്കാം. ഞാൻ പറയുകയാണെങ്കിൽ ഈ സയനിസ്റ്റ് ജ്യൂസ് ആണെന്നാണ് ഞാൻ പറയുള്ളൂ. വേറൊന്നുമല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവന്മാരെങ്ങനെയാണ് ഈ ജെറുസലേം, അതായത് പാലസ്തീൻ കയ്യിലാക്കിയത്? നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പം ആരാ കയ്യിലുള്ളത്? ജ്യൂസിൻ്റെ കയ്യിൽ. അമേരിക്കൻ്റെ കാര്യം ആലോചിച്ച് നോക്ക്. എത്ര വലിയ കൺട്രിയാണ്, എത്ര പവർഫുൾ കൺട്രിയാണ്. ഇപ്പം ആരാ കയ്യിലായി? ജസ്റ്റ് ഒന്ന് നിങ്ങൾ ട്രാക്ക് ഐപാക്ക് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട് ഗൂഗിളിൽ, അതിലൊന്ന് നോക്കിയാൽ മതി. ഏകദേശം 80% മേലെ പൊളിറ്റീഷ്യൻസ് ഈ ഐപാക്കിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നുണ്ട് അമേരിക്കയിൽ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാമല്ലോ എങ്ങനെയാണ് ഇസ്രായേൽ അമേരിക്കനെ കൺട്രോൾ ചെയ്യുന്നത്. അവരെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ അവർ പറയാനല്ലാതെ കേൾക്കാൻ പറ്റുമോ അമേരിക്കൻ പൊളിറ്റീഷ്യൻസിന്? ട്രംപ് വരെ മില്യൺസൊക്കെ വാങ്ങുന്നുണ്ട് എന്നുള്ള കണക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മളെ മൂഡ് കൺട്രോൾ ചെയ്യുന്ന കാര്യം, നമ്മളെ മൈൻഡ് എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് അവർക്കറിയാം. ഇൻസ്റ്റാഗ്രാം, ടിക്ടോക്ക് എന്നീ എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോംസും എല്ലാം പണ്ടാരെടുത്തു ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ജ്യൂസാണ്. സോ അവർക്കറിയാം നമ്മളെ എന്ത് അൽഗോരിതം തരണം, നമ്മളെ എന്ത് കൺട്രോൾ ചെയ്യണമെന്ന് വരെ അവർക്കറിയാം.